നോർത്ത് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ആ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ അപ്പോൾ അതൊക്കെ നമ്മുടെ കേരളത്തിലേക്കും പറിച്ചു നടാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴെന്നല്ല, കുറേ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. പ്രത്യേകിച്ച് കേരള സ്റ്റോറിയെ പോലെ പ്രോപ്പഗണ്ട മൂവീസിനെ എതിർത്ത് തോൽപ്പിച്ച് ഈ വർഗീയ വിഷങ്ങൾക്ക് മറുപടി കൊടുത്ത നമ്മൾ ഇതൊക്കെ കണ്ടില്ല നടിക്കരുത്. ഇത് ഗൗരവകരമായ കാര്യമാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ കാത്തു സൂക്ഷിച്ച ഈ ഒരുമയെ തർക്കാൻ വർഗീയതയുടെ വെറുപ്പിൻ്റെയും വിഷം കലർത്തുന്ന കുറച്ച് വൃത്തികെട്ട ജന്മങ്ങൾ, നാറികൾ, ഇവർക്ക് വേണ്ടത് വെറും അധികാരം മാത്രമാണ്. ഇവർക്ക് വേണ്ടത് കേരളത്തിലേക്ക് ഒരു എൻട്രിയാണ്. അതിനായി അവർ നമ്മുടെ സൗഹൃദത്തെ ബലി കൊടുക്കാൻ പോലും മടിക്കില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരക്കാരെ നമ്മൾ 10 അടി അകറ്റി നിർത്തണം. ഏത് മതത്തിൻ്റെ പേരിൽ വന്നാലും, ഏത് കൊടിയുടെ കീഴിൽ വന്നാലും തീവ്രവാദം അത് തീവ്രവാദം തന്നെയാണ്. ഭീകരവാദ വർത്തമാനങ്ങൾ അത് തീവ്രവാദ വർത്തമാനങ്ങൾ തന്നെയാണ്. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാടിൻ്റെ സമാധാനം നശിപ്പിക്കാനും ഉപകരിക്കും. ഒന്ന് തിരിച്ചറിയുക, ഇതൊക്കെ നമ്മൾ ബഹിഷ്കരിക്കണം. നമ്മുടെ നാട് സ്നേഹത്തിൻ്റെതാണ്. നമ്മുടെ നാടിൻ്റെ മണ്ണിനെ നമ്മൾ വിദ്വേഷത്തിൻ്റെ വിഷച്ചെടി വളരാൻ നമ്മൾ അനുവദിക്കരുത്. ജാഗ്രത പാലിക്കുക. കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായ, നമ്മുടെ സഹോദര സമുദായത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇത്രയും കാലം ചെയ്തു കൊടുത്തതുപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. അതൊക്കെ ഏതൊക്കെ തീവ്രവാദ സംഘടനകൾ എതിർത്താലും ശരി. നന്ദി, നമസ്കാരം.